അടുത്ത ടോപ്പിക്കാണ് മൈക്രോബ്സ് ആസ് ബയോ ഫെർട്ടിലൈസർ. ഇതേ മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് എങ്ങനെ ഒരു ബയോ ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും? എന്തിനാണ് മൈക്രോ ഓർഗാനിസത്തിനെ നമ്മളൊരു ബയോ ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യുന്നത്? എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് നമുക്ക് ആവശ്യം. അപ്പോൾ മാത്രമേ പൊല്യൂഷൻ കുറയുകയുള്ളൂ. സോ നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ഡേ ലൈഫ് സ്റ്റൈൽ എടുത്തു കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെയധികം ചിന്തിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. സോ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അതിന് ഒരു റെമഡി ഉണ്ടാക്കേണ്ട ഒരു വലിയൊരു പ്രോബ്ലം തന്നെയാണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് ഡേ ലൈഫ് സ്റ്റൈൽ. കാരണം നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഇൻക്രീസിങ് ഡിമാൻഡ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ എവർ ഡിമാൻഡിങ് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് കിട്ടാൻ, ബിക്കോസ് ഇൻക്രീസിങ് പോപ്പുലേഷനാണ്, അതിനനുസരിച്ച് തന്നെ നമുക്ക് അഗ്രികൾച്ചർ പ്രോഡക്റ്റുകളും കൂടുതൽ വേണം. സോ അതിനുവേണ്ടി നമ്മളത് മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗമൊക്കെ നമുക്ക് ഒരുപാട് ഈ എൻവയോൺമെൻറ്റൽ പൊല്യൂഷനിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗം മൂലം ഹൈലി ഇൻക്രീസ്ഡ് പൊല്യൂഷനാണ് എൻവയോൺമെൻറ്റിന് നേരിട്ടിട്ടുള്ളത്. സോ നമുക്ക് ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗം നമുക്കറിയാം ഒരുപാട് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് എന്ത് തന്നെയായാലും ഇതൊരു നമ്മുടെ മേലൊരു പ്രഷറായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് നാച്ചുറലായിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ബയോ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുക. അതുവഴി നമ്മൾ ഒരു ഓർഗാനിക് ഫാമിങ് ചെയ്യുക. സോ അതാണ് പറയുന്നത് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമുക്കറിയാം ദാറ്റ് ലീഡ് ടു എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. സോ അവിടെ ആ പൊല്യൂഷൻ്റെ എഫക്റ്റ് കാരണം നമ്മൾക്ക് ഒരു പ്രഷർ വന്നു, നമുക്കത് തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സ്വിച്ച് ടു നമ്മൾ എന്തുകൊണ്ട് തീർച്ചയായും ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് പൊല്യൂഷനിലേക്ക് ലീഡ് ചെയ്യുന്നതുകൊണ്ട് അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഓർഗാനിക് ഫാമിലേക്ക് നമ്മൾ അതിലേക്ക് സ്റ്റെപ്പ് എത്തി. സോ ഓർഗാനിക് ഫാമിങ്ങിൽ എന്താണ് ദ യൂസ് ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ്. ഓർഗാനിക് ഫാമിൽ ബയോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അതുപോലത്തെ ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് കിട്ടുന്നത് മാത്രമാണ് ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കുന്നത്. അത് തികച്ചും എൻവയോൺമെൻറ്റൽ അല്ലെങ്കിൽ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. സോ ബയോ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ ഓർഗാനിസംസ് ദാറ്റ് എൻറിച്ച് ന്യൂട്രിയൻ ക്വാളിറ്റി ഓഫ് ദ സോയിൽ. നമ്മുടെ സോയിലിൻ്റെ ആ ഒരു ന്യൂട്രിയൻ ക്വാളിറ്റി തിരിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ എൻറിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ബയോ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ. സോ ഒരു ബയോ ഫെർട്ടിലൈസർ തീർച്ചയായിട്ടും സോയിലിൻ്റെ ന്യൂട്രിയൻ ക്വാളിറ്റി എൻറിച്ച് ചെയ്യാനാണ് സഹായിക്കുക, ഒരിക്കലും അത് നശിപ്പിക്കുകയില്ല. സോ ബയോ ഫെർട്ടിലൈസറിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സോഴ്സസ് ഓഫ് ബയോ ഫെർട്ടിലൈസർ എന്ന് ഇറ്റ് മേ ബി ഒരു ബാക്ടീരിയ എന്നാവാം, ഫംഗൈ ആവാം, സൈനോ ബാക്ടീരിയ ആവാം. സോ ബാക്ടീരിയ, ഫംഗൈ, സൈനോ ബാക്ടീരിയ പോലത്തെയുള്ളതൊക്കെയാണ് സോഴ്സസ് ഫോർ ബയോ ഫെർട്ടിലൈസർ. സോ നമ്മൾ കേട്ടിട്ടുണ്ട് ബയോ ഫെർട്ടിലൈസറിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ലെഗൂമിനസ് പ്ലാന്റ്സ്. ലെഗൂമിനസ് പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ റൂട്ടിൽ നൊഡ്യൂൾസുകളുണ്ട്, നോഡ്യൂളുകൾ പോലെ, മുഴ പോലെയുള്ളത്. ഫസ്റ്റ് ഇയറും പഠിച്ചിട്ടുണ്ട്. സോ ലെഗൂമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ട് നോഡ്യൂളിൽ ഒരു സിംബയോട്ടിക് അസോസിയേഷൻഷിപ്പ് ഉണ്ട് വിത്ത് എ ബാക്ടീരിയം. സോ ലെഗൂമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ട് നോഡ്യൂൾസിൽ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് എ ബാക്ടീരിയം കോൾഡ് റൈസോബിയം. സോ ഈ റൈസോബിയം എന്ന് പറഞ്ഞ ബാക്ടീരിയ ലെഗൂമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ട് നോഡ്യൂൾസിലുണ്ട്. സോ റൂട്ട് നോഡ്യൂൾസിൽ അസോസിയേഷൻ സിംബയോട്ടിക് റിലേഷൻഷിപ്പായിട്ട് ഈ റൈസോബിയം എന്ന് പറഞ്ഞ ബാക്ടീരിയ നിൽക്കുന്നുണ്ട്. ഈ റൈസോബിയം ബാക്ടീരിയത്തിൻ്റെ പ്രത്യേകത വിച്ച് ഹെൽപ്പ് ഫോർ ഫിക്സിങ് അറ്റ്മോസ്ഫറിക് നൈട്രജൻ. അറ്റ്മോസ്ഫറിക് നിന്ന് കിട്ടുന്ന ആ നൈട്രജനെ, ഇനേർട്ട് ഫോമായിട്ടുള്ള അറ്റ്മോസ്ഫറിൽ നിന്ന് കിട്ടുന്ന നൈട്രജനെ ഫിക്സ് ചെയ്ത് കൺവേർട്ടഡ് ഇൻ ടു ഓർഗാനിക് ഫോമായിട്ട് മാറ്റുന്നു. സോ ഈ ഓർഗാനിക് ഫോമാണ് പ്ലാന്റ്സ് ന്യൂട്രിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഈ നൈട്രജനെ കൺവേർട്ട് ചെയ്ത് അമിനോ ആസിഡ് അവസാനം പ്രോട്ടീനാക്കി ആ പ്രോട്ടീൻ ഓർഗാനിക് ഫോമാണ് പ്ലാന്റ് ന്യൂട്രിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ലെഗൂമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ട് നോഡ്യൂളിൽ കാണുന്ന റൈസോബിയം എന്ന് പറഞ്ഞ ബാക്ടീരിയ സിംബയോട്ടിക് അസോസിയേഷൻഷിപ്പ് വഴി അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടുന്ന നൈട്രജനെ കൺവേർട്ട് ചെയ്ത് ഓർഗാനിക് ഫോമായിട്ട് മാറ്റുന്നു. ഈ ഓർഗാനിക് ഫോം ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ, അത് ഈ പ്ലാന്റ് യൂട്ടിലൈസ് ചെയ്യുന്നു ആസ് എ ന്യൂട്രിയൻ്റ് ആയിട്ട്. സോ ഇത് നമ്മുടെ ഒരു ബയോ ഫെർട്ടിലൈസറായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ വേറെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ എസോസ്പൈറില്ലം ആൻഡ് എസറ്റോബാക്ടർ, അത് ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഇതിന് എക്സാമ്പിളാണ്. ഇത് സിംബയോട്ടിക് ആയിട്ടുള്ള നൈട്രജൻ ഫിക്സിങ് ആയിട്ടുള്ള ബയോ ഫെർട്ടിലൈസറാണ് റൈസോബിയം. എന്നാൽ എസോസ്പൈറില്ലം ആൻഡ് എസറ്റോബാക്ടർ എന്ന് പറഞ്ഞ
ഫ്രീ ലിവിങ് ആയിട്ടുള്ള ബാക്ടീരിയകൾ ദാറ്റ് ആർ ഫ്രീ ലിവിങ് ഇൻ ദ സോയിലിൽ ഫ്രീ ആയിട്ട് കാണപ്പെടുന്ന ബാക്ടീരിയമാണ് അസോസ്പൈറില്ലം ആൻഡ് അസറ്റോബാക്ടീരിയം. അവരും എന്താണ് ചെയ്യുന്നത്? ദ എൻറിച്ച് നൈട്രജൻ കണ്ടൻറ്റ് ഓഫ് ദ സോയിലുള്ള നൈട്രജൻ കണ്ടൻറ്റിനെ എൻറിച്ച് ചെയ്യാണ് ചെയ്യുന്നത്, എൻഹാൻസ് ചെയ്യാണ് ചെയ്യുന്നത് ത്രൂ നമ്മുടെ ഫെർട്ടിലൈസിങ് ആക്ടിവിറ്റി. സോ ഒരു ബയോ ഫെർട്ടിലൈസർ ആയിട്ട് ആക്ട് ചെയ്യുന്നതിൽ ഫ്രീ ലിവിങ് ആയിട്ടുള്ളതാണ് അസോസ്പൈറില്ലം ആൻഡ് അസറ്റോബാക്ടർ. ഇവരൊക്കെ ചെയ്യുന്നത് സോയിലിൻ്റെ നൈട്രജൻ മിനറലിനെ അല്ലെങ്കിൽ ബയോ ഫെർട്ടിലൈസർ ആയിട്ട് നൈട്രജൻ കണ്ടൻറ്റിനെ എൻറിച്ച് ചെയ്യാണ്. സോ ഫ്രീ ലിവിങ്ങിന് എക്സാമ്പിൾ അസോസ്പൈറില്ലം ആൻഡ് അസറ്റോബാക്ടർ. സിംബയോട്ടിക് ഫോമിന് എക്സാമ്പിളാണ് ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ട് നോഡ്യൂൾസിൽ കാണുന്ന റൈസോബിയം.